ഗെയ്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. എൻ്റെ മകളുടെ മകൻ ഇവിടെ 2ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുന്നു. അപ്പം എൻ്റെ മോളും 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അവർ കുടുംബസമേതം സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്കൂൾ ഗേറ്റ് കിടന്ന് അകത്തേക്ക് പോവുക. ഇനി നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അവരിങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുക. കുഞ്ഞുമാവയും കൂടെ സ്കൂളിൽ വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആച്ചിക്കുട്ടന്, അനിയൻ സ്കൂളിൽ വന്നതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടന്നിനി മോൻ്റെ ക്ലാസ്സിലോട്ട് എല്ലാവരും ഇങ്ങോട്ട് പോവുക. അപ്പോൾ സ്കൂൾ ബസ്സൊക്കെ ഇവിടെ നിരന്ന് കിടക്കുന്നു. രക്ഷിതാക്കളൊക്കെ വലിയ ആകാംക്ഷയോടെ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും വന്നിരിക്കുന്നു. കാരണം മഴയില്ലാത്തതുകൊണ്ട് എല്ലാവരുടെ മുഖത്തും അതിൻ്റെ ഒരു ആശ്വാസവും സന്തോഷവും നന്നായിട്ട് കാണാനുണ്ട്. ആച്ചിക്കുട്ടൻ ക്ലാസ്സിലോട്ട് കയറി പോകുന്നത് വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത് വീഡിയോ എടുക്കാൻ. അപ്പോൾ അവൻ ക്ലാസ് മുറികളിൽ എല്ലാ ഫ്രണ്ടിലും എല്ലാ സ്ഥലത്തും രക്ഷിതാക്കളിങ്ങനെ നിരനിരയായിട്ടിരിക്കുന്നു, കാര്യം പറയുന്നു. ഫസ്റ്റ് ഡേയുടെ ആ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തുമുണ്ട്. അപ്പോൾ ആച്ചിക്കുട്ടൻ അവൻ്റെ ക്ലാസ്സിലേക്ക് കയറി പോവാണ്. അപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ ചെന്നിരുന്ന് അവൻ്റെ സീറ്റിലിരുന്ന് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും പ്രവേശനോത്സവത്തിന് അവിടുത്തെ ഹാളിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും വരിയായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നിരനിരയായിട്ട് അവരെ കൊണ്ടുപോകുന്നത് ഒന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ക്ലാസ് മുറിയുടെ വരാന്തയിൽ കൂടെ നടന്നു. ഞാൻ ക്ലാസ് മുറികൾ പിള്ളേരിരിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കുറച്ച് രക്ഷിതാക്കളോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. അവർ ഹായൊക്കെ തന്നു. യൂട്യൂബിൽ വീഡിയോ ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് ഹായൊക്കെ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. എല്ലാവരും അവരവരുടെ മക്കളുടെ ആക്ടിവിറ്റീസ് കാണാനാണല്ലോ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അതങ്ങനെയാണല്ലോ. അപ്പോൾ എൻ്റെ മോനെന്ത് ചെയ്യണം, എൻ്റെ മോളെന്ത് ചെയ്യുന്നു, എപ്പോഴെപ്പോഴായിട്ട് എല്ലാവരും ഇങ്ങനെ ക്ലാസ്സിലോട്ട് എത്തി നോക്കുന്നു, വരുന്നു, പറയുന്നു. മൊത്തത്തിലൊരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. എല്ലാവരും വളരെ ഹാപ്പിയിലാണ്. അപ്പം നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെയാണല്ലോ അല്ലേ സ്കൂൾ തുറക്കുന്ന ദിവസം. കുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് ഉറക്കം പോലും കാണില്ല. ഈ മേടിച്ച് വെച്ചേക്കുന്ന സ്കൂളിലേക്കുള്ള ആക്സസറീസൊക്കെ വീണ്ടും എടുത്ത് നോക്കുന്ന ആ ഒരു തോരയുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് സ്കൂളിൽ ഇനി അതൊക്കെ കൊണ്ട് എല്ലാവരെയും കാണിക്കണം. പുതിയ സാധനങ്ങൾ യൂസ് ചെയ്യാനുള്ള ആ ഒരു ഹാപ്പി, ആ ഒരു ആകാംക്ഷ, ഇതെല്ലാം കൊണ്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പി. രക്ഷിതാക്കളും അതുപോലെ തന്നെ. അപ്പം ഞാനും എൻ്റെ അമ്മുമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കൊച്ചുമോൻ പഠിക്കുന്ന സ്കൂളിൽ വന്ന് അവൻ്റെ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ ഒക്കെ വീഡിയോ എടുക്കാനും സന്തോഷമൊക്കെ, ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ പിള്ളേരൊക്കെ ക്ലാസ് മുറിയിലിരുന്ന് വർത്താനമൊക്കെ പറയുന്നു. ടീച്ചർ എല്ലാവരും സൈലൻ്റായിട്ടിരിക്കാൻ പറയുന്നു. രക്ഷിതാക്കൾ അവരവരുടെ മക്കളുടെ ക്ലാസ്സിൻ്റെ മുറ്റത്തുനിന്ന് മാറുന്നതേ ഇല്ല. കാരണം ഇനി അവരെ നേരത്തെ ഇന്ന് വിടുമായിരിക്കും. അത് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇത് ഈ സ്കൂളിൻ്റെ LP വിഭാഗമാണ് ഞാൻ ഈ കാണിച്ചത്. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. പിന്നെ ഇനി അങ്ങോട്ടാണ്, ഇനി അപ്പുറത്തോട്ട് കാണുന്ന ബിൽഡിങ്സ് ഇല്ലേ, അവിടെയാണ് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ സിസ്റ്റർ പ്രവേശനോത്സവത്തിൻ്റെ നടത്തിപ്പുകാരിയായിട്ട് നടന്ന് ഹോളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കൂടെ ടീച്ചറുമുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പം ഇനി ആച്ചിക്കുട്ടൻ പ്രവേശനോത്സവത്തിന് പോകാൻ നിരനിരയായി വരുന്ന കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. കൊണ്ടുവരുന്നുണ്ട് പിള്ളേരെ, കണ്ടോ. അപ്പോൾ ആച്ചിക്കുട്ടൻ ഒരു ഹായൊക്കെ കാണിച്ച് പിന്നെ ഹോളിലേക്ക് കയറിപ്പോവും. അത് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അവരങ്ങ് ഹോളിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയും എല്ലാവരും സ്നേഹങ്ങളൊക്കെ തരുന്നുണ്ട്, സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതൊക്കെയല്ലേ നമുക്ക് വേണ്ട. ചിരിച്ച മുഖങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷം തരുമല്ലോ. അപ്പോൾ സ്കൂളിൻ്റെ മെയിൻ ഗേറ്റാണ്. ബസ്സുകളൊക്കെ നിരന്ന് കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ബൈ.